ഒരാൾ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ അയാളുടെ ജീവിതം മാത്രമല്ല ആ കുടുംബത്തെയും ആ കുടുംബം നിൽക്കുന്ന സമൂഹത്തെയും എല്ലാം അത് ബാധിക്കുകയാണ്. ഒരു സമൂഹത്തില് ലഹരിക്കെതിരെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അണിനിരത്താൻ നമുക്ക് പ്രയാസമില്ല. വളരെ സന്തോഷമുണ്ട് ഇന്ന് ഇത്തരം സാമൂഹ്യ സംഘടനകൾ വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികളെ, അതിൽ ഏറ്റവും സാധ്യതയുള്ള കുട്ടികളെ, അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് കാണുമ്പോൾ, ഇവിടെ വിദ്യാഭ്യാസപരമായിട്ട് മാത്രമല്ല NCCയിലും NSSലും ഒക്കെയുള്ള കുട്ടികൾ ഇരിപ്പുണ്ട്. NCC കുട്ടികളെ കാണുമ്പോഴും ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഓർമ്മകൾ പോവുകയാണ്. ഞാനും ഒരു NCC കേഡറ്റ് ആയിരുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ NCC ക്യാപ്റ്റൻ ആയിരുന്നു. നമ്മളൊരു രാജ്യത്തിൻ്റെ മാത്രമല്ല, നമുക്ക് കഴിവുകളില്ല, നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമുക്ക് വളരാനുള്ള സാധ്യതയില്ല എന്നൊന്നും ആരും ധരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് അതിലൂടെ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വർഷവും ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത് മൂവാറ്റുപുഴയിൽ ഒരു ഐ ഡൊണേഷൻ ക്യാമ്പയിനായിരുന്നു. ജ്യോതിർഗമയ എന്ന പേരിൽ 2004 TM ജേക്കബ് സാർ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഞാനത് അവിടെ തുടക്കം കുറിച്ചത്. അങ്ങനെയാണ് ആ പരിപാടി അവിടെ ചെയ്തത്. ഇന്നും അത് ലോക റെക്കോർഡായിട്ട് നിലനിൽക്കുന്നു. 3,20,000 കണ്ണുകൾ ദാനം ലഭിച്ച ഒരു വലിയ ചടങ്ങായിരുന്നു. 40,000 പേര് എന്നവിടെ പങ്കെടുത്തിരുന്നു. ഞാൻ ഈ വർഷം ഇവിടെ നമ്മുടെ സർക്കാർ തൂഫാൻ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനൊരു ഡോക്യുമെന്ററി ചെയ്തത്. ലഹരി നമ്മളെ സംബന്ധിച്ചോളം അറിയാം, കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ. അതിന് ഞാൻ അതിലൂടെ കൊടുത്ത സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരാൾ ഒരു ലഹരി പദാർത്ഥം ഉപയോഗിക്കുമ്പോൾ അയാളുടെ ജീവിതം മാത്രമല്ല ആ കുടുംബത്തെയും ആ കുടുംബം നിൽക്കുന്ന സമൂഹത്തെയും എല്ലാം അത് ബാധിക്കുകയാണ്. നമ്മൾ കണ്ടു ആ കുട്ടി സ്വന്തം അമ്മയോട് എന്താണ് ചെയ്തത്. നമ്മൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ട അമ്മയുടെ കവിളിലാണ് ഇസ്തിരിപ്പെട്ടി കൊണ്ട് ചൂട് വയ്ക്കുന്നത്. അത് ചെയ്യുന്നത് ആ ലഹരി പദാർത്ഥം ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെ കൊല ചെയ്യുന്നതും എല്ലാം. നമ്മൾ സഹായിക്കുന്ന ആളുകൾ പോലും പലപ്പോഴും ഇത്തരം കേസുകളിൽ അകപ്പെട്ടു എന്നൊക്കെ അറിയുമ്പോഴുള്ള വിഷമം. കാരണം ഒരു കൊലപാതകത്തെക്കാൾ വലിയ നാശമാണ് അവർ ചെയ്യുന്നത്. ഒരു സമൂഹത്തിലേക്ക് അത് പടർന്നു കയറുകയാണ്. ഈ സ്മാർട്ട് എന്ന ഇനീഷ്യേറ്റീവ് തന്നെ കയ്പമംഗലത്തു നിന്നൊക്കെ പ്രതിഭകൾ ഉണ്ടായി വരണമെന്ന ആഗ്രഹമുണ്ടാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഇതുകൊണ്ടൊരു പ്രചോദനം ഉണ്ടായി ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാനും വലിയ വിജയങ്ങൾ കീഴടക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് എന്ന ഇനീഷ്യേറ്റീവിൻ്റെ ലക്ഷ്യം അവിടെയാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കും. നമ്മുടെ മുൻ പ്രസിഡന്റായിരുന്ന APJ അബ്ദുൽ കലാം നമ്മുടെ യുവതലമുറയോട് നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണമെന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കണമെന്നാണ് എനിക്ക് അതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളത്. മികച്ച ക്ലബ്ബ് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമൂഹത്തില് ലഹരിക്കെതിരെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും അണിനിരത്താൻ നമുക്ക് പ്രയാസമില്ല. അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ, ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരിയിലേക്ക് തിരിച്ചുവിടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നവരാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്.